പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവമായ കർത്താവ് നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. ആ കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഏത് ജീവിത ഭാരങ്ങളായിരുന്നാലും നാം ആ കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് എല്ലാ ഭാരങ്ങളെയും ചുമന്ന് ആശ്വാസത്തോടെ സമാധാനത്തോടെ നമ്മെ നടത്തുവാൻ സർവശക്തനാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. 68-ാം സങ്കീർത്തനങ്ങൾ 19-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്ന വചനപ്രകാരം യേശു കർത്താവാണ് ഏക രക്ഷകൻ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാവിധമായ പൈശാചിക പോരുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുവിപ്പാൻ കഴിവുള്ള രക്ഷകനായ ക്രിസ്തുവിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ, ദൈവകൽപ്പനകളെ അനുസരിച്ച് ആ ക്രിസ്തുവിൻ്റെ പാതയിൽ നാം ജീവിക്കുമ്പോൾ നിശ്ചയമായി ആ യേശുവിങ്കിൽ നിന്നുള്ള രക്ഷ നമുക്ക് പ്രാപിക്കുവാൻ ഇടയായി തീരും. എന്നാൽ അടുത്തതായി നാം വായിക്കുന്നു: നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഭാരങ്ങളെ ചുമന്ന കർത്താവിനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. നാൾതോറും ഓരോ ദിവസവും ഒരേ ഭാരങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഓരോ ദിനങ്ങളും പലവിധമായ ഭാരങ്ങൾ, പലവിധമായ പ്രതിസന്ധികളാണ് നാം നേരിടേണ്ടി വരുന്നത്. എന്നാൽ അവിടെയും ഒരു ഭാരമുള്ള ചുമട് കൊണ്ട് നമ്മൾ പോകുമ്പോൾ, ആരെങ്കിലും നമ്മെ ഒന്ന് കൈത്താങ്ങുമ്പോൾ, ആ ഭാരത്തെ അവർ ചുമക്കുമ്പോൾ നമുക്കെന്തോ ആശ്വാസമായിരിക്കും. എന്നാൽ ജീവിതത്തിലുള്ള ജീവിത ഭാരങ്ങളെ നമുക്ക് മനുഷ്യരെ ഏൽപ്പിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ എല്ലാ ഭാരങ്ങളെ മനുഷ്യർക്ക് ചുമക്കുവാനും കഴിയത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവോ, ആമേൻ, സ്തോത്രം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ശക്തനായ ദൈവമാണ്. കാരണം നാം പാപികളായിരുന്നപ്പോൾ തന്നെ യേശു കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ക്രൂശിൻ്റെ മേൽ കയറി. എത്ര ഭാരമുള്ള മരക്കുരിശാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി നമ്മെ സഹിച്ചത്. നിന്നെയും അപമാനങ്ങളും കഷ്ടപ്പാടുകളും നാം ഇന്ന് അനുഭവിക്കുന്നതിനും എത്ര ഉപരിയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ഭാരപ്പെട്ടത്, ഭാരങ്ങളെ ചുമന്നത്, നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത്. ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്കും ആശ്വാസമുണ്ട്. ആയതിനാൽ ആ കർത്താവ് നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളെയും ചുമന്ന് നമ്മെ ജയത്തോടെ നടത്തുവാൻ സർവശക്തനാണ്. ആയതിനാൽ ഏത് വിധമായ ഭാരങ്ങളായിരുന്നാലും അത് ചുമന്ന് സ്വയം നാം ക്ഷീണിച്ചും മടുത്തും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ എല്ലാ ഭാരങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് സമർപ്പണത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ആ കർത്താവിൽ സന്തോഷിച്ച് മുന്നേറുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. ഭാരങ്ങളെ ചുമക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു ആശ്വാസം തരുന്നത് മാത്രമല്ല, നിശ്ചയമായി ഇനി നാം ആ ഭാരം ചുമക്കാതെ വേണം കർത്താവ് അതിൽ നിന്ന് നമുക്കൊരു മോചനവും വിടുതലും ആശ്വാസവും നൽകും. ആയതിനാൽ രോഗഭാരമാണോ, ആമേൻ, സ്തോത്ര, കുടുംബത്തിലെ പലവിധമായ ഭാരങ്ങളാണോ, കടഭാരങ്ങളാണോ, പ്രശ്നങ്ങളാണോ, എന്ത് തന്നെയായിരുന്നാലും നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ ദൈവമാർക്കും കിടക്കാരനല്ല. വചനം സത്യമാണ്. നിശ്ചയമായി എല്ലാ ഭാരങ്ങളെയും കർത്താവ് ചുമന്ന് നമ്മെ നടത്തും. എന്നാൽ ആ കർത്താവിൽ ഫലമേൽപ്പിക്കുവാൻ, സമർപ്പിക്കുവാൻ, ആ കർത്താവിനോട് സംസാരിക്കുവാൻ, ദൈവപാദത്തിൽ വീഴുവാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. എങ്കിൽ നിശ്ചയമായി ആ ദൈവപ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചന പ്രകാരം ഓരോ നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ഓരോ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് ജയത്തോടെ നടത്തും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു.